ഹായ് ഫ്രണ്ട്സ്, ഗാലക്സി ടെക് ട്രാവലിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്തൊരു വെറൈറ്റിയുമായിട്ടാണ്. ഓണത്തിന് സാമ്പാർ ഉണ്ടാവൂലേ, ഉറപ്പല്ലേ ഓണസദ്യക്ക്? അപ്പൊ അതില് നമുക്ക് സാമ്പാർ കൂടി തന്നെ ഉണ്ടാക്കിയിട്ട് അതിലൊരു സാമ്പാർ വെച്ചാലോ? അതിലൊരു ടേസ്റ്റ് നമ്മൾ നിറവറ ഈസ്റ്റ് എന്ന കമ്പനികളുടെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് എത്രയോ നല്ലതാണ്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഒരു സാമ്പാർ കൂടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിനാവശ്യമുള്ള സാധനങ്ങൾ: വറ്റൽമുളക്, കുത്തരി, കടലപ്പരിപ്പ്, ഉലുവ, ജീരകം, ഉഴുന്ന്, സാമ്പാറിൻ്റെ പരിപ്പ്, കുരുമുളക്, മല്ലി, കറിവേപ്പില, നമ്മുടെ കായമോ ഇല്ലെങ്കിൽ കായപ്പൊടിയോ എടുക്കാം, കുഴപ്പമില്ല. നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കായപ്പൊടി ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ആയി വരുമ്പോൾ ഒന്ന് ചൂടാക്കി ഇട്ടാൽ മതി. നമുക്ക് പെരുങ്കായ ആയതുകൊണ്ട് ആദ്യം കായ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെയാണ്, എന്താണെങ്കിലും പൊടിയത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഇങ്ങനെ എലാസ്റ്റിക് പോലെ ഇരിക്കും. അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതായത് നമ്മൾ ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കായിക്കോളും. നമ്മുടെ കായത്തിന്റെ അവസ്ഥ ഇതാണ്. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇതിനിപ്പം എടുത്തിട്ട് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയിട്ടോ. ഇച്ചിലൂടെ ഇതൊക്കെ നമുക്ക് റെഡിയാക്കി ഇട്ടു. എണ്ണയൊന്നും ഒഴിക്കരുത്. ഇങ്ങനെ തന്നെ അടിക്കട്ടിയുള്ള പാത്രത്തിൽ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. കറക്റ്റ് പാകമായി വരുവേ. ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ കായം വറുത്ത് ഇതാണിതേ ഈ പരുവായിട്ടുണ്ട്. കണ്ടില്ലേ? ഇച്ചിരൂടെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. എന്നാലും നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇത്തിരി ക്ഷമമാണ് കായമൊക്കെ വറക്കുന്നതിന്. ഇത്തിരി സമയം എടുക്കുവേ. കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങൾ ഇതേപോലെ കുറേശ്ശെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കായ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കണം. വറ്റൽമുളക് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞെടുപ്പൊന്നും കളയണ്ട. കാരണം വെച്ചാൽ ഞെടുപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഇതിൻ്റെ പുക കയറിയിട്ട് ഭയങ്കര കുത്തലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഞെടുപ്പൊന്നും കളയാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ വറ്റൽമുളക് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിനി മാറ്റി മുളകെല്ലാം മാറ്റി നമുക്കിനി അടുത്ത് ഇടാൻ പോകുന്ന മല്ലിയാണ്. നമുക്ക് മല്ലി എടുത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറേശ്ശെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്നിച്ചിടാം. ഇതിപ്പോൾ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് സെപ്പറേറ്റ് ഇട്ട് വറുത്ത് എല്ലാം കൂടെ ഒരേ പാകമായി വരണമെങ്കിൽ സെപ്പറേറ്റ് തന്നെ ഇട്ട് നമ്മൾ വറുത്തെടുക്കണം. കുറേശ്ശെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് വറുത്തെടുക്കാൻ പറ്റുമേ. മല്ലി ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിതിനിപ്പം മാറ്റാം. വറുത്ത് കോരുന്ന സമയം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ വറുത്ത് കോരി വയ്ക്കാം. നമുക്ക് ഒന്നിച്ച് തന്നെ പൊടിക്കാനും പറ്റും. വറക്കുന്ന സമയത്ത് ഇത്തിരി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വറക്കുന്നത്. ഇതെല്ലാം ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ്. ഇതേപോലെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പിന്നെയും ഇങ്ങനെ തന്നെ ചെയ്ത് എന്നാലും നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുള്ളൂ. കാരണം വെച്ചാൽ പിന്നെ കടയിലെ സാമ്പാറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. അത്രയും നല്ല ടേസ്റ്റ് കേട്ടോ ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോഴേ. ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത് കുറച്ച് മരുന്നുകൾ കൊടുക്കും. നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് കുത്തരി, കടലപ്പരിപ്പ്, ഉലുവ, ഉഴുന്ന്, നമ്മുടെ സാമ്പാർ പരിപ്പ്, ജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിട്ടങ്ങ് വറക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം ഇതെന്തൊക്കെ ഇട്ടേക്കുന്നതെന്ന്. ഉലുവ, സാമ്പാർ പരിപ്പ്, കുരുമുളക്, കടലപ്പരിപ്പ്, കുത്തരിക്ക് കുത്തരി തന്നെ വേണമെന്നില്ല. നമുക്ക് വേണേൽ ബസുമതി അരിയോ വെള്ള അരിയോ പച്ചരി ഏത് വേണമെങ്കിലും ആകാം.
ഉലുവ, ഉഴുന്ന്, ജീരകം, ഇത്രയും സാധനമാണ് ഇടുന്നത്. ജീരകം ഓപ്ഷനിലാണ്, പക്ഷെ ജീരകം ഇട്ടാൽ പ്രത്യേക ഒരു ഫ്ലേവറാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്തെ. ജീരകം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇടണ്ട. ജീരകം നല്ലൊരു ടേസ്റ്റിയാണ്, നല്ലൊരു ഫ്ലേവറും കൂടാണ്. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. പരിപ്പ്, ഉഴുന്ന് ഇത്യാദികളല്ല ഇവിടെ ഒരു 3/4 ഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ഇടുന്നു അത്രത്തോളം നല്ല ടേസ്റ്റിയാണ്. ഇത് മൊത്തം ഒന്ന് ഊരിയിട്ട് വറുത്തെടുക്കട്ടെ. ഞാൻ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ നന്നായിട്ട്. ഇവിടെ കറിവേപ്പില രണ്ടാമത് ഇട്ടായിരുന്നു, അതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. കിരീലാ സൗണ്ട് വരില്ലേ, പാകമായി. നമുക്കിത് കോരിയെടുക്കാം. നമുക്കിത് കോരി എല്ലാം എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുക്കണം. നമുക്കതിനെ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പിക്കാതിട്ട് അരിച്ചിട്ട് നമ്മുടെ ആ നൈസ് പൊടിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചെടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, അതൊക്കെ അടിപൊളി ടേസ്റ്റാണ്. സാമ്പാർ പൊടിക്കുള്ള പണികൾ ഏകദേശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് തണുക്കുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചേക്കണം. അതിനാദ്യം നമ്മൾ കായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കായ തണുത്തപ്പോൾ അതിൻ്റെ അവസ്ഥ ഉണ്ട്. ഇതാദ്യം നമുക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കായെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കായ ഇവിടെ പൊടിച്ചെടുത്ത് ദാണ്ടതേ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ബാക്കി സാധനങ്ങൾ കുറേശ്ശെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് പൊടിച്ചാൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിയാൻ പ്രയാസം ഉണ്ടാവും. കുറേശ്ശിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ സാമ്പാർ പൊടി മൊത്തം തന്നെ ഇവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി മണം കേട്ടോ അതിൻ്റെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതിന് ഇത്രയും നല്ല മണത്തിൽ ഇത്രയും നല്ല ടേസ്റ്റിൽ നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയല്ല. ഇവിടെ സ്ഥിരമായിട്ട് സാമ്പാർ പൊടി ഞങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് ഉപയോഗിക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങാറില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. വറക്കുന്നതൊക്കെ നമ്മൾ തേങ്ങയൊക്കെ വറക്കുന്നുണ്ടല്ലോ, അത്രയും തന്നെ. പെണ്ണുങ്ങൾക്ക് അടുക്കളപ്പണി എടുക്കുന്നവർക്ക് ഇതൊന്നും വലിയൊരു പണിയായിട്ട് കൂട്ടുകയേ വേണ്ട. കാരണം ഇതിൽ വലിയ വലിയ പണികൾ അവർ ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ പണിയേ അല്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് സ്വാദിഷ്ടമായിട്ട് സാമ്പാർ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് പൊടി ഉണ്ടാക്കി നിങ്ങൾ ആ പൊടി കൊണ്ട് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി അതിനൊരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണമൊക്കെ ആയിരിക്കും. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ്, കമന്റ്, ഷെയർ, ലൈക്ക് ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ. ബൈ.